ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറം നമ്മുടെ ഹോണ്ട ഹോണറ്റ് ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ചെയിനൊക്കെ അത്യാവശ്യം നല്ല ലൂസുണ്ട്. അപ്പോൾ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ പാഡൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ബ്രേക്ക് പാഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുണ്ട് കേട്ടോ, നിലവിൽ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റീസെറ്റ് ആക്കിയാൽ മതി. ചെയിനും ഈ പറഞ്ഞ രീതികൾ നമുക്കൊന്ന് ചെയിനൊക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് ചെയിൻ ലൂബ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓപ്പൺ ചെയിൻ ആയതുകൊണ്ട് തന്നെ ചെയിൻ ലൂബിങ് നടത്താം. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററിയുടെ ലൈഫ് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബാറ്ററി ടെസ്റ്റ് നടത്തുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.77 വോൾട്ട് ഉണ്ട്. 12 വോൾട്ട് ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ട് മാക്സിമം ഉണ്ട്. നമുക്ക് ബാറ്ററി ടെസ്റ്റ് നടത്തുന്നുണ്ട്. ടെസ്റ്റ് നടത്തുമ്പോഴും ബാറ്ററി ഓക്കെ ആയിട്ട് കാണിക്കണം കേട്ടോ, വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ ഒന്ന് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസും ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ടയറിൻ്റെ എയർ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ബ്രേക്ക് പാഡൊക്കെ ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമുക്ക് ഉണ്ട് അത്യാവശ്യം ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്കൊന്ന് അയച്ചിട്ട് ക്യാമൊക്കെ ഒന്ന് അതിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ നമുക്കുണ്ടല്ലോ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഈ ഭാഗത്ത് വലിയ താമസമില്ലാണ്ട് നമുക്ക് ലീക്ക് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്ലേറ്റിംഗ് ഒക്കെ ഓൾറെഡി പോയിരിക്കുന്നുണ്ട് ഈ സൈഡ് ഇതാണ്ട. അപ്പോൾ ഇപ്പം നിലവിൽ ലീക്കില്ല, പക്ഷെ എന്നാൽ പോലും തൊട്ടടുത്ത് തന്നെ ലീക്കിൻ്റെ പ്രോബ്ലംസ് വരും. അത് ചെയ്യുമ്പോൾ നമ്മൾ 2 കൂടി ചെയ്ത് ഇവിടെയും ചെറുതായിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് പരമാവധി ഓടിക്കുക. നെക്സ്റ്റ് സർവീസിലൊക്കെ ഓയിൽ ലീക്ക് കാണിക്കുമ്പോൾ നമുക്കത് കയറ്റി അത് അഴിച്ച് മാറ്റി വരും. ഇപ്പം നിലവിൽ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫോർക്കിൻ്റെ പൈപ്പ് മാറ്റേണ്ടി വരും. പൈപ്പ് മാറ്റി ഓയിൽ ഓയിൽസീൽ കാര്യങ്ങളൊക്കെ മാറ്റിയിടേണ്ടി വരും. ഇപ്പം നിലവിൽ ലീക്ക് ഇല്ലാത്തത് കൊണ്ട് പരമാവധി ഉപയോഗിക്കാൻ കിട്ടുന്ന അത്രയും ഉപയോഗിക്കുക. അതിനുശേഷം ലീക്ക് വന്ന സമയത്ത് അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് ലീക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അഴിച്ചത് മാറ്റിക്കുക. അഴിക്കുമ്പോൾ എന്തായാലും അത് മാറേണ്ടി വരും. പിന്നെ ഹാൻഡിലിൻ്റെ ഇവിടെ പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറയുന്നതുണ്ട് ഹാൻഡിൽ ബെയറിങ്. അതും നമുക്കിപ്പോൾ ഇത് അഴിക്കണ കൂട്ടത്തിൽ അത് അഴിച്ചു നോക്കിയിട്ട് ഗ്രീസ് ചെയ്യേണ്ടതാണെങ്കിൽ ഗ്രീസ് ചെയ്യാം, മാറ്റേണ്ടതാണെങ്കിൽ മാറ്റാം. അത് ആ ചെയ്യണം. ഇത് ഫ്രണ്ട് ഫോർക്ക് അഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ചെയ്താൽ മതി. പിന്നെ ഫ്രണ്ട് നമുക്കൊരു ചെറിയൊരു അടി പോലെ കാണിക്കുന്നത് ഈ വീലിൻ്റെ ബെയറിങ് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയാണ് മെയിനായിട്ട് ആ ഒരു സൗണ്ട് തന്നെ. ഗട്ടറൊക്കെ ചാടുമ്പോൾ ചെറിയൊരു ഷിവറിങ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കുക. ആരംഭമാണ് അത് നമുക്ക് കൈയോടെ അത് മാറ്റിയിട്ടേക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അലൈവീലും കാര്യങ്ങളും ആ ബെയറിങ് ഓവറായിട്ട് പ്ലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സീറ്റിങ്ങൊക്കെ പോകാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അത് കൈയോടെ അത് മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ നിലവിൽ നമുക്ക് അതിൻ്റെ പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ വേറെ അങ്ങനെ മേജറായിട്ടുള്ള കേസുകളൊന്നുമില്ല. അപ്പോൾ സർവീസായിട്ട് നമുക്ക് വരുന്നുള്ളൂ. വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ആ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു വാൽവ് അടിക്കണ പോലെ സൗണ്ട് ഉണ്ട്. അത് നമുക്ക് വാൽവ് മാത്രം അഴിച്ച് സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഏകദേശം ഒരു 80,000 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ വണ്ടി ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ വാൽവ് അതിൻ്റെ ഗൈഡ് ലൂസായിട്ട് ഗൈഡ് തേയ്മാനം വന്നിട്ടുള്ള സൗണ്ടാണ്. അത് നമുക്ക് തൽക്കാലം ഇപ്പോൾ മേജറായിട്ടുള്ളൊരു പ്രോബ്ലം അല്ല. കാരണം എന്താ വെച്ചാൽ തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്തില്ല വെച്ചാൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇപ്പം നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ ചെയിനൊക്കെ ആയിട്ട് ചെയിൻ ലൂബ് ചെയ്തെടുക്കാനുണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് മാറ്റുന്നുണ്ട്. അത്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഈ ഹാൻഡിലിൻ്റെ സൈഡിലൊരു ഇൻഡിവിഷ്വലൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കാം. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അത് കൂട്ടത്തിൽ കൂടെ ചെയ്തേക്കാം. ഓക്കെ.